നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും അതായത് കർമ്മ അത് ഒരു എനർജി ഫോമിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ആയിരിക്കും. നമ്മൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അത് നല്ല എനർജി ആയിട്ട് സ്റ്റോർ ആവും, അല്ലെങ്കിൽ മോശം പ്രവൃത്തികൾ ചെയ്താൽ അത് മോശം എനർജി ആയിട്ട് സ്റ്റോർ ആവും. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ നമുക്ക് തിരിച്ച് അതിനുള്ള ഒരു അനുഭവം നൽകും. നല്ല പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് നല്ല അനുഭവങ്ങൾ ലഭിക്കാൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെയാണ് കാരണമാവുന്നത്. അതുപോലെ മോശം പ്രവൃത്തികൾ, നമ്മൾ മറ്റുള്ളവരെ ഒരു കാരണമില്ലാതെ ദ്രോഹിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സാധനങ്ങൾ മോഷ്ടിക്കുക, അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അങ്ങനെ വളരെ എന്താ പറയുക, നമ്മൾ അത്രയും നീച പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ മറ്റുള്ളവരിൽ കൂടെ നമുക്ക് അനുഭവം നൽകുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാവും. അതുകൊണ്ട് നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മെഡിറ്റേഷൻ, യോഗ അതുപോലെ ഉള്ള സംഭവങ്ങൾ ചെയ്തിട്ട് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ആത്മാവിനെ കൂടുതൽ പ്യൂരിഫൈ ചെയ്യുക, അതായത് ശുദ്ധീകരിക്കാനായിട്ട് ശ്രമിക്കുക. അത് മെഡിറ്റേഷൻ രീതികൾ തന്നെ പല തരങ്ങളുണ്ടല്ലോ. സൈലൻ്റ് ആയിട്ടുള്ള മെഡിറ്റേഷൻ ഉണ്ട്, മന്ത്ര മെഡിറ്റേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുന്ന മെഡിറ്റേഷൻ ഉണ്ട്, അപ്പോൾ ഒരു ഒബ്ജക്റ്റിൽ ശ്രദ്ധിച്ചിട്ട് ചെയ്യുന്ന മെഡിറ്റേഷൻ ഉണ്ട്. അതുപോലെ അങ്ങനെ പല ടൈപ്പിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മെഡിറ്റേഷൻ നിങ്ങൾ ഒരു പ്രത്യേക സമയത്ത്, അതായത് അധികം നല്ലത് വെളുപ്പിന് എഴുന്നേറ്റിട്ടുള്ള ഒരു സമയത്ത്, അതുപോലെ തന്നെ നമ്മൾ കിടക്കാൻ പോണ സമയത്തില്ലേ, അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നല്ല ഉണർന്നിരിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെയാണ് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്ന സമയം. അപ്പോൾ ആ സമയത്ത് ഒക്കെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക. അപ്പോൾ നമ്മൾ മനസ്സ് ഏകാഗ്രമാവും, നമ്മുടെ ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ആവും. അപ്പോൾ നമുക്ക് നല്ല പ്രവൃത്തികൾ മാത്രം ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും യൂണിവേഴ്സും ഒക്കെ ഒരുക്കി തരും. അപ്പോൾ നിങ്ങൾ അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക. എന്തായാലും ഒരു അരമണിക്കൂർ, ആദ്യം ഒരു 10 മിനിറ്റൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്ത് അതിൻ്റെ ടൈം കൂട്ടിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും മിനിമം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ ശീലിക്കുക. അപ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡും അതുപോലെ തന്നെ പ്യുവറായിരിക്കും, അതായത് ആത്മാവ് നിങ്ങളെ ശുദ്ധീകരിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നല്ല പ്രവർത്തികൾ മാത്രം ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് നല്ല അനുഭവങ്ങളും